ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവരാശിയുടെ സമ്പൂർണമായ വിജയത്തിനു വേണ്ടി പ്രപഞ്ചനാഥൻ കാരുണ്യപൂർവ്വം അയച്ചു തന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. സമൂഹത്തിലെ നാനാവിഭാഗം ആളുകൾക്കും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടാകണം. നിർഭാഗ്യവശാൽ ഈ ദിവ്യഗ്രന്ഥം ഏൽപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷവും എന്താണ് ഖുർആൻ, എന്തിനാണ് അത് അവതരിപ്പിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടത് എന്നറിയാത്തവരാണ്. തങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ലെന്നാണ് പലരുടെയും ധാരണ. അഭ്യസ്തവിദ്യനും സാധാരണക്കാരനും മനസ്സിലാകത്തക്ക വിധം ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, ചിന്തിക്കുന്ന വല്ലവനുമുണ്ടോ എന്ന സൃഷ്ടാവിൻ്റെ ചോദ്യത്തിന് സൃഷ്ടികൾ ഉത്തരം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള അവസരമൊരുക്കുകയാണ് പ്രിയമുള്ളവരെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ അതിൻ്റെ യുവ ഘടകമായ ISM നടത്തിവരുന്ന മഹൽ സംരംഭമായ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അഥവാ QHLS. ഈ QHLS സംരംഭത്തിലൂടെ ഈ വർഷത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിലബസ് പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ അംബിയാ ആണ്. സൂറത്ത് അംബിയാഇനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അതിൽ 112 ആയാത്തുകളും 7 റുകൂകളും അടങ്ങിയ ഒരു അധ്യായമാണ്. നബിയുൻ ജംഅ് അംബിയാ ഇതാണ് അധ്യായത്തിൻ്റെ പേര്. നബിയുൻ എന്ന് പറയുമ്പോൾ വാർത്ത അറിയിക്കുന്നവൻ, അതിൻ്റെ ജമ്മായിട്ട് വരുന്ന അൽ അംബിയാ അഥവാ വാർത്ത അറിയിക്കുന്നവർ, പ്രവാചകന്മാർ എന്ന അർത്ഥം വരും. 17-ാം ജുസ്ഇൻ്റെ തുടക്കത്തിലുള്ള അധ്യായമാണ് സൂറത്ത് അംബിയാ. നമുക്കെല്ലാം പരിചയമുള്ളതുപോലെ നമ്മൾക്ക് ആയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഞാൻ 3 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യമായി ഞാൻ ആ 3 ആയത്തുകൾ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഖ്രിളൂൻ. മാ യഅതീഹിം മിൻ ദിക്രിൻ من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, ഇവിടെ 1-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഖ്രിളൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു,
അവരാകട്ടെ അശ്രദ്ധയിലായും കൊണ്ട് തിരിഞ്ഞു കളയുന്നവരുമാകുന്നു എന്നാണ് പറയുന്നത്. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ ആസന്നമായി എന്നാണ് വാക്കിനർത്ഥം. ഇബ്തഗദ അതിൻ്റെ ഓപ്പോസിറ്റ് ലിദ്ദായിട്ട് വരും. ഹിസാബുഹും എന്നാണ് അവരുടെ വിചാരണ. വഹും, വാവ് ഹാലിന്റെ വാവാണ്. അവരാകട്ടെ, അവരാണ് താനും, ഫി ഓഫ്ലത്തിൻ, അവർ ഓഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. ഒഫ്ലത്ത് എന്ന് പറഞ്ഞാൽ ബോധരഹിതരായി കഴിയുന്ന അവസ്ഥ അഥവാ അശ്രദ്ധയിലുള്ളവർ എന്നർത്ഥം. ഒഫ്ലത്തിന്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾക്ക് തൊട്ട് താഴെ വരുന്ന ആയത്തില് ദിക്ർ എന്ന പദം വരുന്നുണ്ട്, അത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. മുഗ്രിലൂൻ, അഗ്റല യുഗ്രിലു മുഗ്രിൽ, അതിന്റെ ജമാ രൂപമാണ് മുഗ്രിലൂൻ, തിരിഞ്ഞു കളയുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ജനങ്ങളെല്ലാം അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്ന ഈ സമയത്തും അവര് സത്യത്തിൽ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലത്തിൽ ചെയ്തു പോയിട്ടുള്ള സകല കൃത്യങ്ങളെക്കുറിച്ചും സവിസ്തരം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നും അത് അധികമൊന്നും വിദൂരമല്ല എന്നും എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്നും ലോകസൃഷ്ടാവും സകല രഹസ്യങ്ങളും അറിയുന്നവനുമായ അള്ളാഹു ആയിരിക്കുമെന്ന് വിചാരണ നടത്തുന്നത് എന്നും അഥവാ വിധി കൽപ്പിക്കുന്നത് എന്നും ഈ വിചാരണാ ഫലത്തെ ആശ്രയിച്ചായിരിക്കും മനുഷ്യന്റെ കലാകാല സുഖദുഃഖങ്ങൾ കണക്കാക്കപ്പെടുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ. നമുക്കേറെ പരിചയമുള്ള ഒരു ഹദീസ് നമുക്ക് തഫ്സീറിൽ ഇങ്ങനെ വായിക്കാം. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു വഅൻ ഇൽമിഹി ഫീമാ ഫഅല ബിഹി വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു. അപ്പോൾ ഏതൊരു അടിയാനും തന്നെ അവൻ്റെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കുകയില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയല്ലാതെ അവൻ്റെ ഉംറിനെ പറ്റി, ആയുസ്സിനെ പറ്റി അവനോട് ചോദിച്ചിട്ടല്ലാതെ അവൻ അത് എന്തിൽ ചിലവഴിച്ചു എന്ന്. അതുപോലെ അവൻ്റെ അറിവിനെ പറ്റി അവനോട് ചോദിക്കും, അതുകൊണ്ട് അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്ന്. അതുപോലെ മാലിനെ സംബന്ധിച്ച്, ധനത്തെ സംബന്ധിച്ച് ചോദിക്കും, അത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എന്തിൽ ചിലവഴിച്ചു എന്നും. അതുപോലെ അവൻ്റെ ജിസ്മിനെ പറ്റി, ശരീരത്തെ പറ്റി ചോദിക്കുമെന്നാണ്. എന്താണ് ആ ജിസ്മ്, അവൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്, വിനിയോഗിച്ചത്, ആ ശരീരം എന്തിലവൻ വിനിയോഗിച്ചു എന്നുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഹദീസുകളാണ് നമ്മൾക്ക് തഫ്സീറിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ ഫലിയൻളുർ ഐമന മിൻഹു ഫലിയൻളുറു ഐമന മിൻഹു ഫലാ യറ ഇല്ലാ മാ ഖദ്ദമ വയൻളുറു അശ്അമ മിൻഹു ഫലാ യറ ഇല്ലാ മാ ഖദ്ദമ വയൻളുറു ബൈന യദൈഹി ഫലാ യറ ഇല്ലാ നാർ തിൽഖാ വജ്ഹി ഫത്തകുന്നാറ വലൗ ബിശിക്കി തംറ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. അപ്പോൾ ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ഹദീസ്, അതിൻ്റെ ലാസ്റ്റ് ഭാഗം അങ്ങനെയാണ്. അവിടെ എന്താണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ അടിയാറുകളോട് അന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വിശദീകരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ സാരം തഫ്സീറിൽ വിശദമായി വായിക്കാൻ സാധിക്കും. ഞാനിവിടെ അത് പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യർ മൊത്തത്തിൽ ഒരു ഗഫലത്തിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അപ്പോൾ ഈ സൂറത്തിൽ ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പറയുന്നത് അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി സത്യപ്രബോധനം നടത്തുമെന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ പുരോഗതിയും മറ്റും ഉണ്ടാകുമെന്നും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സത്യനിഷേധികൾക്ക് പരാജയവും അധോഗതിയും ഉണ്ടാകുമെന്നും അറിയിക്കുകയാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്കിതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ സത്യത്തിൽ ഈ ഒരു സൂറത്ത് മക്കീ കാലഘട്ടത്തിൻ്റെ അന്ത്യാവസരങ്ങളിൽ ഇറങ്ങിയതാണ് എന്ന് ഈ ഒരു വിശദീകരണം, ഈ ആയത്തിൻ്റെ ഈ ഒരു
ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ സൂറത്ത് അംബിയാ മക്കീ കാലഘട്ടത്തിൻ്റെ അന്ത്യാവസരങ്ങളിൽ ഇറങ്ങിയതാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, മാ യഅ്തീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. എന്താണ്? മാ യഅ്തീഹിം, അവർക്ക് വരുന്നില്ല, മിൻ ദിക്രിൻ, ഒരു ഉപദേശവും ഒരു ഉത്ബോധനവും, അവർക്ക് ഒരു ഉത്ബോധനവും വരുന്നില്ല, മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന്, മുഹ്ദസിൻ, പുതുതായി നൽകപ്പെടുന്ന, എങ്ങനെയല്ലാതെ, ഇല്ലസ്തമഊഹു, അതിനെ അവർ കേട്ടുകൊണ്ടല്ലാതെ, അതിനെ അവർ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടല്ലാതെ, വഹും യൽഅബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. എന്താ പറഞ്ഞത്? തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് പുതുതായി നൽകപ്പെടുന്ന ഏതൊരു ഉത്ബോധനവും അവര് യൽഅബൂൻ, കളിച്ചും കൊണ്ട് കേൾക്കുന്ന നിലയിലല്ലാതെ അവർക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ആയത്തിന്റെ തന്നെ ബാക്കിയാണ് മൂന്നാമത്തെ ആയത്തിന്റെ തുടക്കത്തിലുള്ളത്. ലാഹിയതൻ ഖുലൂബുഹും, ലാഹിയതൻ ഖുലൂബുഹും. അവിടെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇഖ്ഫാ ബിഉന്നയാണ്. ഖാഫ് എന്ന അക്ഷരം ഇഖ്ഫാ ബിഉന്നയുടെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ്. എന്താണ് അതിന്റെ അർത്ഥം കൊടുത്ത് പറയുന്നത്? ലാഹിയതൻ, അശ്രദ്ധയിലായിക്കൊണ്ട്, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. അപ്പോൾ ഹൃദയങ്ങൾ അശ്രദ്ധയിലായും കൊണ്ടും അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കേൾക്കുന്നവരായും കൊണ്ടല്ലാതെ അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് വരുന്ന ഏതൊരു പുതുതായ കാര്യത്തെയും ഒരു ഉത്ബോധനത്തെയും അവര് കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇങ്ങനെയൊക്കെ അവർ അല്ലാഹുവിങ്കൽ നിന്ന് വരുന്ന ഉത്ബോധനങ്ങളെ കേൾക്കുന്ന 2 അവസ്ഥ ഇവിടെ വിശദീകരിച്ചതിന് ശേഷം മൂന്നാമത് പറയുന്നു, അവരിലെ അക്രമം പ്രവർത്തിച്ചവര് എന്ത് ചെയ്യുന്നു? രഹസ്യ സംഭാഷണം നടത്തുന്നു. അവര് ഗൂഢമായി, അവര് രഹസ്യമായിട്ട് എന്ത് ചെയ്യുന്നു? മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അസറു, അവര് സിറായി, രഹസ്യമായി പറയുന്നു. അന്നജ്വ, അവരിലുള്ള അക്രമികള് ഗൂഢഭാഷണം, സ്വകാര്യ സംസാരം നടത്തുന്നു, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വഅസറു നജ്വല്ലദീന ളലമു, എന്താണ് അവര് കൂടെ സംസാരം പറയുന്നത് അല്ലെങ്കിൽ സംഭാഷണം നടത്തുന്നത്, രഹസ്യമായി പറയുന്നത് എന്താ? ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഈ മുഹമ്മദ്, ഹൽ ഹാദാ, ഇവനല്ലയോ, ഈ മുഹമ്മദ് അല്ലയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ മറ്റു വല്ലതുമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ടോ അഫതഅ്തൂന സിഹ്റ, എന്നിരിക്കെ നിങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണോ, നിങ്ങൾ ചെന്നെത്തുന്നവരാണോ? അസ്സിഹ്റ, ഈ ജാലവിദ്യയിലേക്ക്, ഇവൻ കാണിക്കുന്ന ജാലവിദ്യയിലേക്ക് നിങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് തന്നെ, നിങ്ങളെല്ലാം ഇത് വ്യക്തമായി കാണുന്നവരാണല്ലോ, ഇത് കണ്ടുകൊണ്ട് തന്നെ ഇവൻ കാണിക്കുന്ന ഈ ജാലവിദ്യയിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നവരാണോ എന്ന് അവരിലുള്ള അക്രമികൾ അന്യോന്യം രഹസ്യമായി മന്ത്രിക്കുകയാണ്. എന്താ മന്ത്രിക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ ഇവൻ, എന്നിട്ട് നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഈ ജാലവിദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട 2 ഹദീസുകളും അതുപോലെ തന്നെ അവരിലെ അക്രമികളുടെ ഗൂഢ സംസാരങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സംഭാഷണങ്ങൾ, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.